ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ആ ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. നന്നായിട്ട് തന്നെ ഗോതമ്പ് പൊടി ഒന്ന് ചൂടായി കിട്ടണം. ആ ഒരു സമയം വരെ നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം വറുത്തെടുത്തിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി വെക്കുകയേ ചെയ്യരുത്, സിമ്മിൽ വേണം ഇടാനായിട്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്ത് നമ്മുടെ നെയ്യെല്ലാം ഗോതമ്പ് പൊടിയിലേക്ക് ഒന്ന് നന്നായിട്ട് തന്നെ ചേർന്ന് കിട്ടിയിട്ടുണ്ട്. ഗോതമ്പ് പൊടിയുടെ ആ ഒരു കട്ട എല്ലാം ഒന്ന് ഉടച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഈ ഒരു ടെക്സ്ചറിലായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം കൈയെടുക്കാതെ തന്നെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു കുഴഞ്ഞ ഒരു ടെക്സ്ചറിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഫസ്റ്റിലെ 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ ആദ്യം 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വറുത്തെടുത്ത ശേഷം മാത്രം 2 ടേബിൾ സ്പൂൺ നെയ്യ് എക്സ്ട്രാ പിന്നീട് ചേർക്കാവുന്നതാണ്. ഇനി ഒരു 2-3 മിനിറ്റും കൂടി നല്ല രീതിക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ ഈ നെയ്യെല്ലാം നമ്മുടെ ഈ ഗോതമ്പ് പൊടിയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതുപോലെ 2-3 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാവുന്നതാണ്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ റെസിപ്പി ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തേങ്ങ എടുത്തൊന്ന് ചിരിക്കിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്കിഷ്ടമുള്ള കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ആ ഒരു നട്ട്സ് മാത്രം ചേർക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ഈ നെയ്യിന് പകരം വേറെ എണ്ണ ഒന്നും ചേർക്കരുത് കേട്ടോ. നെയ്യിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് റൂം ടെമ്പറേച്ചറിലാകട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഇതിലിപ്പോൾ ചൂടില്ല. ഈ ഒരു സമയം ഇനി നമുക്ക് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. പഞ്ചസാര ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റ് ഒരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാരയിലേക്ക് ചേർക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിന് ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊരു ചെറിയ ബോളാക്കി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ബോൾസാക്കി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അതല്ല കുറച്ച് ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഡിബിൾ ആയിട്ടുള്ള സിൽവർ ഫോയിലിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ബേക്കറികളിലൊക്കെ ബർഫിയൊക്കെ വാങ്ങുമ്പോൾ അതിന് മുകളിൽ ചെറുതായിട്ടൊരു സിൽവർ കോട്ടിങ് ഉണ്ടാവില്ലേ, അത് തന്നെയാണ്. നമുക്ക് ഓൺലൈനിൽ ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒട്ടും നിർബന്ധമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. കുട്ടികൾ സ്വീറ്റ് ചോദിക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. പഞ്ചസാരയ്ക്ക് പകരം നമുക്കിതിലേക്ക് ശർക്കരയും ഉപയോഗിക്കാവുന്നതാണ്. നാവിൽ അലിഞ്ഞു പോകുമെന്ന് പറയില്ലേ, ആ ഒരു രീതിക്കാണ് കേട്ടോ നമ്മുടെ ഈ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഈ ഒരു ലഡു നമുക്ക് കിട്ടുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.